സോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. മാവ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ചധികം വാർത്തകൾ നമ്മുടെ കെവിൻ ഫൈഗി പറഞ്ഞിരുന്നു. അഥവാ സാന്റിയാഗോ ഡി കോമിക്കോണുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇവന്റിലൂടെയാണ് കെവിൻ ഫൈഗി മാവ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് വേഴ്സിന് ശേഷം എന്തായിരിക്കും, അല്ലെങ്കിൽ മാർവൽ ഈ കഥ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പല കാര്യങ്ങൾക്കും ഉത്തരമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എംസിയുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പുതിയ കാര്യം തന്നെയായിരിക്കും. സോ എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുൻപായിട്ട് ഗീവ് അവയുടെ അവസാനത്തെ ചോദ്യം ഇതാണ്: ഹെയിംഡാലിന്റെ സോഡിന്റെ പേരെന്ത്? ഉത്തരം പഴയതുപോലെ കമന്റ് ബോക്സിലും ഇതുകൂടാതെ നൽകിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാം ലിങ്കിലൂടെ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം. അതിന് നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആയിട്ട് കാണുന്നതിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിലക്കണം എനേബിൾ ചെയ്യുക. ഞാനപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മാവ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫ്യൂച്ചറിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ മാവ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തന്നെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് കെവിൻ ഫൈഗി ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് റീബൂട്ട് എന്ന് തന്നെയാണ്. അഥവാ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എവിടെ അവസാനിക്കുന്നോ അവിടെ നിന്നും ഒന്നേന്ന് ആരംഭിക്കും. ഇത് തന്നെയാണ് MCUവിൽ നമ്മൾ കാണാൻ പോകുന്നതും. കോമിക്സിലും ഏറെക്കുറെ ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത്. സിനിമയിൽ വന്നു കഴിയുമ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും കോമിക്സ് വായിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് സീക്രട്ട് വേഴ്സ് എന്ന ആ സിനിമ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ബാറ്റിൽ വേൾഡ് അഥവാ മൾട്ടിവേഴ്സ് എല്ലാം ഒന്നായി കഴിഞ്ഞ്, അല്ലെങ്കിൽ മൾട്ടിവേഴ്സിലെ എല്ലാത്തിനെയും ഒത്തുചേർന്നിട്ട് ഒരു ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കുന്നു. ശേഷം ഇവിടെ നിന്നും എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് റീബൂട്ട്, അല്ലെങ്കിൽ എല്ലാം ഒന്നേന്ന് ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. സോ അതോടെ തന്നെ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും മാറും, എല്ലാവരും മാറും, പുതിയ സ്റ്റോറി ലൈനുകൾ വരും, പുതിയ പുതിയ ഹീറോസ് വരും. എന്തിന് അവഞ്ചേഴ്സ് എന്നൊരു കൺസെപ്റ്റ് തന്നെ ചിലപ്പോൾ ഇല്ലാതായിട്ട് മറിച്ച് സിനിമാറ്റിക് രൂപത്തിൽ അവർ വേറെ എന്തിനെങ്കിലും ഉപയോഗപ്പെടുത്തിയേക്കാം. ഇത് മാത്രമല്ലാതെ എക്സ്മെൻസ് എന്ന ആ ഒരു യൂണിവേഴ്സിനെ പ്രോപ്പറായിട്ട് മാർവൽ കൊണ്ടുപോകാൻ പോകുന്നതും തീർച്ചയായിട്ടും ഈ ഒരു റിബൂട്ട് സെക്ഷനിൽ തന്നെയായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ടും പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം വലുതാണ് എക്സ്മെൻ യൂണിവേഴ്സ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു കഥ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 100 കഥ കൊണ്ടോ അവരുടെ എല്ലാം പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല. ഇതുവരെ മാർവൽ എക്സ്പെൻസിനെ പ്രോപ്പറായിട്ട് കൊണ്ടുവന്നിട്ടില്ലെന്ന് പറയുമ്പോഴാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു ആഴം നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സീക്രട്ട് വേഴ്സിലൂടെ നമ്മൾ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കാണും. മേ ബി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പോകുന്നത് എക്സ്പെൻസിൻ്റെ വേൾഡും ഇതുകൂടാതെ നമ്മുടെ എർത്തും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും. ഈ യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ നിലനിൽക്കും, ഏതെങ്കിലുമൊക്കെ നശിക്കും. ഇൻകേഷൻ എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് തന്നെ മാർവൽ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. പല യൂണിവേഴ്സുകൾ നശിക്കുന്ന ഏറ്റവും ഒടുവിൽ അവസാനം മിച്ചമായത് വരും. മിച്ചമായതിനെ ഡോക്ടർ ഡൂം രാജാവാകും. ശേഷം അവിടെ നിന്നും ഒരു റീബൂട്ട്. സോ അതോടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അവഞ്ചേഴ്സിനെ എല്ലാം നമ്മൾ അവസാനമായിട്ട് കാണാൻ പോകുന്ന കുറച്ച് സിനിമകൾ തന്നെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇത് മാത്രമല്ലാതെ എങ്ങനെ ഒരു കഥാപാത്രത്തിന് പ്രോപ്പറായിട്ടൊരു എൻഡിങ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതും തീർച്ചയായിട്ടും മാർവൽ ഇതിലൂടെ തന്നെയാണ്. അയൺമാൻ ഒരു കഥാപാത്രത്തിന് എൻഡ് ഗെയിമിലൂടെ മാർവൽ അവസാനമായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു എൻഡിങ് കൊടുത്തു. അതുപോലെ തന്നെ MCUവിൻ്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രോപ്പറായിട്ടൊരു അവസാനം തന്നെയായിരിക്കും ഇതിലൂടെ നടക്കാൻ പോകുന്നത്. എന്നാൽ ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല. റീബൂട്ടിന് ശേഷം മാർവൽ ഇതുപോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇത്രയും ആരാധകർ കാണുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും അത് കണ്ടു തന്നെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാം. സോ അതൊരു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഒപ്പന ദർശനം കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നേരത്തെ ഫാൻസ് പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിൻ്റെ എപ്പിസോഡ് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയുടെ എൻ്റെ വരുമ്പോൾ യോ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.